നമുക്ക് ഹ്യുണ്ടായിയുടെ വെന്യൂ എന്ന് പറഞ്ഞ മോഡലാണിത്. ലാൻഡ് റോവറിന്റെ ഡിസ്കവറി സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡലാണിത്. ഇതിന്റെ എഞ്ചിനും ഗിയർ ബോക്സും ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന മോഡൽസ് ആണ്. 10 ലാഖിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ശരിക്കും അതാണ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ശരിക്കും. On behalf of the Kerala Auto Fest, which is powered by the India Auto Show. So today I'm super excited to present all these amazing brands. നമ്മളെല്ലാവരും ഫെസ്റ്റീവ് സീസൺസിനായിട്ട് കാത്തിരിക്കുന്നവരാണ്. And the main reason is, yes, the discounts and offers. അപ്പോൾ ഇന്ന് all these brands നിങ്ങൾക്കായി ഒരുപാട് എക്സൈറ്റിംഗ് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. So please don't miss this chance to grab your dream car. Thank you. Hi sir, good evening. I'm Sneha. Hi, Suresh. അപ്പോൾ നമ്മുടെ ലാൻഡ് റോവറിന്റെ ഏത് മോഡലാണ് ഇന്ന് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്? ലാൻഡ് റോവറിന്റെ ഡിസ്കവറി സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. ഡിസ്കവറി സ്പോർട്ട്. യെസ്. ഓക്കെ. സോ ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ 2024 പുതിയ ഫേസ് ലിഫ്റ്റ് എന്ന മോഡലാണ്. ഓക്കെ. ഇതിൽ പറയാനാണെങ്കിൽ 11.3 ഇഞ്ചിന്റെ PV Pro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ നമുക്കൊരു ഡിസ്പ്ലേ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതിൽ അഡീഷണൽ പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വെഹിക്കിൾസിന്റെ പ്രത്യേകത പറഞ്ഞാൽ കസ്റ്റമൈസേഷനാണ് വരുന്നത്. ഇന്ത്യയിലും എക്സ്റ്റേണലും എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടമുള്ള വെഹിക്കിൾസ് നമുക്ക് ചൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പിന്നെ ഇതിന് പറയാനുള്ള ഈ പ്രൈസ് റേഞ്ചിൽ ലക്ഷറി വെഹിക്കിളിൽ 5+2 ആണ്, അതായത് 7 സീറ്റർ ആണ് ഈ വെഹിക്കിൾ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ വേറൊരു വെഹിക്കിളും ഒരു ബ്രാൻഡിനും കൊടുക്കുന്നില്ല. നമ്മുടെ മാർച്ചിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും അവൈലബിൾ ആണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 96 ആയിരുന്നു പ്രൈസിങ് വന്നിരുന്നത്. ഇപ്പൊ പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. 87 ആണ് പ്രൈസ് ഇപ്പോൾ വരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു 10 ലാഖിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ശരിക്കും ഡിഫറൻസ് വന്നിട്ടുണ്ട്. ശരി. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു. ഇന്ന് ഫോക്സ്വാഗന്റെ ഏതൊക്കെ വെഹിക്കിൾസ് ആണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ടൈഗോണിന്റെയും വേർട്ടസിന്റെയും GT മോഡൽസ് ആണ് നമ്മുടെ കയ്യിൽ. GT മോഡൽസ്. അതെ. എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? സർ, ഇത് മാഡം ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ജർമ്മൻ കാർസ് ആണ്. ഓക്കെ. ഇതിന്റെ എഞ്ചിനും ഗിയർ ബോക്സും ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന മോഡൽസ് ആണ്. ഓക്കെ. സോ എന്തെങ്കിലും നമ്മുടെ മാർച്ചിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഓർ ഓഫേഴ്സ് അവൈലബിൾ ആണ്? ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ വന്നിരിക്കുന്നത് മാർച്ചിലെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ് നമുക്ക് ടൈഗോണിന് GT പ്ലസിന് ഓഫറായിട്ട് വന്നിരിക്കുന്നത്. ക്യാഷ് ഓഫർ. അതെ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 30,000 രൂപയാണ് നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് 10K അതിന് അവൈലബിൾ ആണ്. 10K വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് അവൈലബിൾ ആണ്. Oh my god, thank you so much for joining us. ഇത് നമുക്ക് ഹ്യുണ്ടായിയുടെ വെന്യൂ എന്ന് പറഞ്ഞ മോഡലാണിത്. ഇത് വരുമ്പോൾ നമുക്ക് 1 ലിറ്റർ ടർബോ DCT ആണ് വരുന്നത്. ഇതിന് നമുക്ക് 1 ലിറ്റർ ടർബോ മാനുവലും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ DCT ഫുൾ ഓപ്ഷനാണിത്. ഡ്യുവൽ ടോണും കൂടിയാണ് വരുന്നത്. നമുക്ക് സിംഗിൾ ടോണും അവൈലബിൾ ആണ്, ഡ്യുവൽ ടോണും അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഈ മോഡൽ നമുക്ക് വരുമ്പോൾ നമുക്ക് 120 PS പവർ ആൻഡ് 172 ടോർക്കുമാണ് നമുക്ക് ഈ വെഹിക്കിളിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പവറും ആൻഡ് ടോർക്ക്. അതുകൂടാതെ നമുക്ക് ഈ മോഡലിന് നമുക്ക് മോഡൽ ആയതുകൊണ്ട് തന്നെ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് പ്രൊജക്ട് ഹെഡ് ലാമ്പ് LED ആൻഡ് കോർണർ ലാമ്പും നമുക്ക് അത് അവൈലബിൾ ആണ്. പിന്നെ അത് വെച്ചാൽ ഈ വരുന്ന ക്രോം ഫിനിഷിങ് വരുന്ന ഈ വരുന്ന ഗ്രില്ല് നമുക്ക് ക്രോമാണ്. ഇത് പാലസൈഡ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു ഗ്രില്ലാണ് നമുക്ക് അത് അവൈലബിൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് വരുന്ന ടയേഴ്സ് 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. കൂടാതെ 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയും കൂടി വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ്. ഇതിൽ വരുന്ന DCT എന്ന് പറഞ്ഞ എഞ്ചിൻ എന്ന് പറയുന്നത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ എഞ്ചിനാണ് നമുക്ക് അത് വരുന്നത്. കൂടാതെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും കൂടി വരുന്നുണ്ട്. പിന്നെ ഡീസലും കൂടി വരുന്നുണ്ട്. ഡീസൽ മാനുവലും കൂടി വരുന്നുണ്ട് അതിനകത്ത്. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇറക്കിയേക്കുന്നൊരു മോഡലിൽ വന്നേക്കുന്നതാണ് നമുക്ക് അഡാസ് നമുക്ക് ലെവൽ 1 ആണ് നമുക്ക് അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് പൊല്യൂഷൻ അതേപോലെ തന്നെ ലൈൻ ട്രാഫിക്കൊക്കെ നമുക്ക് അകത്ത് അവൈലബിൾ ആണ്. ടർബോ എഞ്ചിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് കാരണം മൈലേജ് നമുക്ക് ടർബോ എഞ്ചിന് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകും. കാരണം ഇത് സ്പോർട്ടി വെഹിക്കിളാണ്. ആ സ്പോർട്ടി വെഹിക്കിളിന് വരുമ്പോൾ മൈലേജ് നമുക്കൊരു 15 ആണ് നമുക്ക് കമ്പനി പറയുന്നത്. അത് നമുക്കൊരു ഈക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ് എന്നുള്ള 3 മോഡ് ട്രാൻസ്മിഷൻ ഉണ്ട്. ആ 3 മോഡും വരുന്നതിൽ ഈക്കോ മോഡിൽ നമുക്കൊരു മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈവേ ഡ്രൈവ് നമുക്കൊരു 16 വരെയും കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് സ്പോർട്സ് മോഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 11ഉം 12 വരെയും കിട്ടുന്നുണ്ട്. നോർമൽ മോഡാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ്. നമുക്കൊരു മാക്സിമം പോയാൽ 13-14. നമുക്കിപ്പോൾ ക്ലസ്റ്ററിൽ കാണുന്നത് ആ മീറ്റർ കൺസോളിൽ സെൻറ്ററിൽ കാണുന്നത് നമുക്ക് ഡിസ്പ്ലേ വരുന്നത് കോമ്പസ് ആണ് വരുന്നത്, നാവിഗേഷൻ കോമ്പസ്.
അതുകൂടാതെ നമുക്കിപ്പോൾ വരുന്നത് ടയർ പ്രഷർ മോണിറ്ററാണ്. റണ്ണിങ്ങിലാണ് നമുക്ക് ടയർ പ്രഷർ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. 4 ടയറിലെയും പ്രഷർ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടയറിൽ ഇപ്പോൾ എയർ കുറഞ്ഞു തന്നെ ഇരിക്കട്ടെ, വരുമ്പോൾ നമുക്കിപ്പോൾ ബ്ലിങ്കിങ് നമുക്ക് കാണാൻ പറ്റും. ഏത് ടയറാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ബ്ലിങ്കിങ് അറിയാൻ പറ്റും. ഒരു യെല്ലോ ബ്ലിങ്കിങ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വരുന്നത് അഡാസിൻ്റെയാണ് ആ ക്ലസ്റ്ററിൽ കാണുന്നത്. ലൈൻ ട്രാഫിക്കും അതേപോലെ തന്നെ ഫ്രണ്ട് കൊല്യൂഷനും എല്ലാം തന്നെ നമുക്ക് അത് അവൈലബിൾ ആണ്. ഇത് ട്രിപ്പ് മീറ്ററിൽ തന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ മറ്റേ ബ്ലൂ ലിങ്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള നാവിഗേഷൻ നമുക്കകത്ത് വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് അല്ല, ഹുണ്ടായുടെ മാപ്പ്. ഗൂഗിൾ മാപ്പ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇൻബിൽറ്റ് അല്ല, വയേർഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹായ് സർ, ഗുഡ് ഈവനിങ്. ഐ ആം സ്നേഹ. അക്ഷയ്. ഓക്കെ സർ, നമ്മുടെ ടൊയോട്ടയുടെ ഏത് മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതിപ്പോൾ ടൊയോട്ട ഗ്ലാൻസ എന്ന് പറഞ്ഞ മോഡലാണ്, ഒരു ഹാഷ് ബാക്ക് വെഹിക്കിൾ ആണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മുടെ ഗ്ലാൻസയുടെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ്? സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് ടോപ്പ് ആൻഡ് വരാൻ നേരത്തെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ഇപ്പോൾ ബൂട്ട് സ്പേസ് ആണെങ്കിലും നല്ലൊരു ബൂട്ട് സ്പേസ് ഉള്ള വെഹിക്കിൾ. ആ സെഗ്മെന്റിൽ തന്നെ നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി സൈഡ് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ. ഓക്കെ, സോ നമ്മുടെ ഈദ് ഉൽ ഫിത്തറിനെ പ്രമാണിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മാർച്ച് പ്രമാണിച്ച് ഇപ്പോൾ 60,000 രൂപ വരെയുള്ള ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, 60,000 വരെയുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. ഫൈൻ.